പടം കണ്ടത് ഞാൻ ഇവിടെ രോമാഞ്ചം അന്ന് ആറാടാണ് മോഹൻലാല് മമ്മൂട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത ജനപ്രിയനല്ല നമ്മുടെ താരം എന്ന് പറയുന്നത് ഫഹദ് ഫാസിലാണ്. അണ്ണ ആറാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാടാൻ പാടം ഒരു രക്ഷയില്ല. ഹീറോ ഷമ്മി ഹീറോ അല്ല, രംഗണ ഹീറോ എട്ടാ മോനെ, രംഗണ ഹീറോ പടം കാണുന്ന പോയി ഡാൻസ് തന്നെ ഒരു രക്ഷയില്ലാത്ത പടമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയണേ, നമ്മളെ കേരളക്കരയില സിനിമകൾ ഇപ്പൊ എല്ലാം ഒട്ടുമിക്ക സിനിമകളെല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, വിജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതെന്തുകൊണ്ടാണ്? നല്ല ഡയറക്ടർമാര്, നല്ല സ്റ്റോറികൾ. അതായത് ഫഹദ് ഫാസിലിനെ പോലെ ഒരു നടനെ നമുക്ക് മലയാളത്തിൽ കിട്ടുമോ? എവിടെ കിട്ടാതിരിക്കണം? അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ രോമൊക്കെ എണീറ്റ് പോയി കേട്ടാ. മോഹൻലാലും മമ്മൂട്ടി കഴിഞ്ഞാൽ അടുത്ത ഫഹദ് ഫാസിലാണ്. അതായത് ഈ തമിഴ് സിനിമ, ഹിന്ദി സിനിമ എന്തുകൊണ്ടാണ് പൊട്ടുന്നത്? എന്ത് കാര്യങ്ങളാണ് പൊട്ടുന്നത്? നല്ല തിരക്കഥയില്ല. അതാണ് ഇപ്പം നമ്മുടെ മലയാളത്തിലെ എല്ലാ പടങ്ങളും ഇപ്പൊ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, വമ്പ ഹിറ്റാണ്. രംഗണ ഹീറോ പോയി കാണടാ. ആട്ടം തൂക്കി വിഷു തൂക്കിയിരിക്കുകയാണ്, ആട്ടം തൂക്കിയിരിക്കുകയാണ്. ഇനിയപ്പോ നമ്മൾ ആരാട്ടാണെന്ന് പ്രസാദാണെന്ന പോലെയൊന്നുമല്ല. നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രംഗണ ഷമ്മി എന്ന് പറയാനുള്ള ഒരു രക്ഷയില്ല. അങ്ങനെ ആറാടാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല പറയാനുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അയാൾ യാതൊരു റോളും ചെയ്യും കേട്ടോ. ഫഹദ് ഫാസിലെ യാതൊരു റോളും ചെയ്യും. പക്ഷെ അയാൾ ആർക്കും അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാറില്ല. പക്ഷെ പടം കണ്ട ആൾ മുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഊരാണ്. ആട്ടം ഹീറോ